ബബബ എന്ന ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. തിയേറ്ററിൽ ആഘോഷം തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളത് DOP അർമു. ഹായ്. ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ ബബബയുടെ എക്സ്പീരിയൻസ് ഭയങ്കര റിയലാണ്. കാരണം ആളുകൾ ഭയങ്കര കൺസേർട്ട് മൂഡിൽ വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു. ലാലേട്ടനും ദിലീപേട്ടനും ഒരുമിച്ചിട്ടുള്ള അത് ആഘോഷിക്കുന്നുണ്ട്. ലാലേട്ടനും ദിലീപേട്ടനും ഡാൻസ് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി അത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, ലാലേട്ടനെയും ദിലീപേട്ടനെയും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു പടത്തിൽ പറ്റുമെന്ന് എനിക്ക് ചിന്തിച്ചല്ല. ബട്ട് ഇറ്റ് വാസ് മൈ ബെസ്റ്റ് മൊമെന്റ്. ലാലേട്ടനൊക്കെ വരുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായോ? ചെറുതായി. ഈ ഇന്റർവൽ ബ്ലോക്കിൽ ഒരു വലിയ ആക്ഷൻ ബ്ലോക്ക് ഉണ്ട്. ഒരു DJ പാർട്ടി നടക്കുന്ന സ്ഥലത്ത്, ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഫൈറ്റ് ദിലീപേട്ടൻ ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന് പറയുമ്പോൾ എനിക്കൊരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അഴിഞ്ഞാട്ടം സോങ് തിയേറ്ററിൽ ഭയങ്കര കൺസേർട്ട് മൂഡിലാണ്. അതാണ് ഈ പടത്തിലെ ഏറ്റവും നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു ഏരിയ ആണ്. അതൊരു ശരിക്കും ഒരു ഉത്സവം പോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു പോർഷനാണ്. അവരെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പേരുണ്ട്. ഈ ലാലേട്ടൻ ഇടുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. അല്ല, അത് ലാലേട്ടൻ ചെയ്തതാണ്. വേറെ ആഡ് ഓൺസ് ഒന്നുമില്ല. വിനീതേട്ടനും ദാനേട്ടനും ഒരുമിച്ച് വരുമ്പോൾ മനസ്സിലാവും ഒരു ചേട്ടനീനാണ്. അപ്പോൾ സോ ആ ഫണ്ണ് കുറച്ച് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. റൺവേയിലെ ഒരു ഐക്കോണിക് ഷോട്ട് ഉണ്ടല്ലോ, ഡിപ്പിൽ നിന്ന് കയറി വരുന്നത്. അത് ശരിക്കും എങ്ങനെയാ ഷൂട്ട് ചെയ്തത്? CID മൂസയിലെ വണ്ടി CID മൂസ ഒറിജിനൽ വണ്ടി തന്നെ. ദിലീപേട്ടൻ ഓൺ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഞാൻ അങ്ങനെ അസോസിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഫിലിം സ്കൂളിൽ പോയിട്ടില്ല. സ്വയമായി ഒരു ക്യാമറയും അതെങ്ങനെയാണോ വർക്ക് ആകുന്നതെല്ലാം സ്വന്തമായി ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ വന്നതാണ്. ഹായ്, ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ബബബ എന്ന ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. തിയേറ്ററിൽ ആഘോഷം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ കൂടെയുള്ളത് DOP അർമു. ഹായ്. എന്താ കിട്ടുന്നൊരു പ്രൈമറി ഫീഡ്ബാക്ക്? നല്ല ഫീഡ്ബാക്ക് ആണ്. ആളുകൾ തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടനും ദിലീപേട്ടനും ഒരുമിച്ചിട്ടുള്ള അത് ആഘോഷിക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങളും ഒരു പാക്ഡ് തിയേറ്ററിൽ, അതായത് ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ ബബബയുടെ എക്സ്പീരിയൻസ് ഭയങ്കര റിയലാണ്. കാരണം ആളുകൾ ഭയങ്കര കൺസേർട്ട് മൂഡിൽ വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞ ഒരു DOPനെ സംബന്ധിച്ചിടത്ത് നമ്മുടെ ഫ്രെയിമില് ലാലേട്ടനും ദിലീപേട്ടനും ഡാൻസ് ചെയ്യുന്നു, അത് ആളുകൾ ആഘോഷിക്കുന്നു. എന്നെങ്കിലും ലൈഫിൽ കരിയർ തുടങ്ങുമ്പോൾ ഒരു വിചാരിച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്? ഡെഫിനറ്റ്ലി അത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ലാലേട്ടനെയും ദിലീപേട്ടനെയൊക്കെ ഒരു ഏതെങ്കിലും ഒരു സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തന്നെയാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു പടത്തിൽ പറ്റുമെന്ന് എനിക്ക് ചിന്തിച്ചല്ല. ബട്ട് ഇറ്റ് വാസ് മൈ ബെസ്റ്റ് മൊമെന്റ്. ക്യാപ്ചർ ചെയ്യുമ്പോൾ ഒരു പേഴ്സണലി എങ്ങനെയായിരുന്നു അത്? ഇവർ രണ്ടുപേരും നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്യും സെറ്റില്ല. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു മനസ്സിലായി. അപ്പൊ നമ്മൾ ഓരോ ഫ്രെയിം വെക്കുമ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടനെയും ദിലീപേട്ടനെയും അത് തന്നെയായിരുന്നു. എനിക്ക് ഓരോ ഈ ഷൂട്ടിന്റെ ടൈമിൽ എനിക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മളൊരു ഫ്രെയിം വെച്ച് ഇവരെ നമ്മൾ തന്നെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് കാണുമ്പോഴും ആ ഒരു എക്സൈറ്റ്മെന്റ് അത് വേറെ തന്നെയായിരുന്നു സെറ്റ്. ഈ ശരിക്കും ഈ DOP ആകുമ്പോ ആരാന്ന് ഇങ്ങനെ ഗൂഗിളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വന്ന സിനിമ അഞ്ചക്കള്ളം നോക്കാനാണ്. അത് ആക്ച്വലി ഒരു ഫസ്റ്റ് ടൈം ഒരു DOP ചെയ്യുന്ന ആള് എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞ നമ്മൾ റിയലൈസ് ചെയ്യുള്ളൂ. കാരണം സിനിമ കാണുമ്പോ പീക്ക് എക്സ്പീരിയൻസ് കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ആളാണ്. സോ ശരിക്കും എങ്ങനെയാ അർമു എന്നൊരു DOPയുടെ സിനിമ ജേണി പറയുകയാണെങ്കിൽ? ജേണി എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ അസോസിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഫിലിം സ്കൂളിൽ പോയിട്ടില്ല. സ്വയമായി ഒരു ക്യാമറയും അതെങ്ങനെയാണോ വർക്ക് ആകുന്നതെല്ലാം സ്വന്തമായി ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ വന്നതാണ്. സോ ഒരു മ്യൂസിക് വീഡിയോ ആണ് ആദ്യമായിട്ട് ചെയ്യുന്നത്, ഏഞ്ചൽസ് കൺഫർട്ട്. അപ്പോൾ അതായിരുന്നു തുടക്കം. പിന്നെ അതിനുശേഷം പല ഇതുപോലെ തന്നെ മ്യൂസിക് വീഡിയോ, ഷോർട്ട് ഫിലിം. അതിനുശേഷം അഞ്ചക്കള്ള കോക്കാൻ സംഭവിച്ചു. പാമ്പിച്ചി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ് ശരിക്കും ഉല്ലാസ് ചെമ്പന്റെ കൂടെ വർക്ക് ചെയ്തത്. അപ്പൊ അതിനുശേഷമാണ് അഞ്ചക്കള്ള കോക്കാൻ.
ഏഞ്ചക്കളം കൊക്കാനി എന്നുള്ള ഒരു ടേക്ക് അവേ എന്തായിരുന്നു ശരിക്കും? കൊക്കാൻ കുറെ പുതിയ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ട്. പഠിച്ചിട്ടുണ്ടാവും. ഒരു സിനിമ DOP ആവുകയാണല്ലോ ഫസ്റ്റ് ടൈം. അപ്പൊ ഒരുപാട് ടേക്ക് അവേസ് ഉണ്ടാവും. എന്തായിരുന്നു ഒരു നല്ല ടേക്ക് അവേസ് അതിനകത്ത്? അതൊരു അതെങ്ങനെ ഇരിക്കണം ആ പടം, ഐ മീൻ ഒരു ലോലാൻഡ് സ്റ്റൈലിൽ വളരെ ഒരുപാട് ആളുകളൊന്നും ഇല്ലാത്ത ഒരു അങ്ങനെ ഒരു സിനിമ ഒരു സ്റ്റൈലിലുള്ള ഒരു പടം നമുക്ക് താഴ്വാരം എന്ന് പറഞ്ഞ പടം നമുക്കാണ് അങ്ങനെ വിളിക്കാം. ബട്ട് അതല്ല ഒരുപാട് അങ്ങനത്തെ ഒരു ജേണൽ പടങ്ങളൊന്നും നമുക്കില്ല. സോ അത് തന്നെയായിരുന്നു പടത്തിന്റെ ഒരു മെയിൻ നമ്മളെ എക്സൈറ്റ് ചെയ്ത ഒരു പോർഷൻ. അപ്പം സോ ഇതിങ്ങനെ ഇരിക്കണം. കാരണം നമുക്കിത് കേരളത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ല, നമ്മൾ കേരളത്തിൽ തന്നെ ഷൂട്ട് ചെയ്തു. കേരളത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്രീനറീസ് ഉണ്ട്, അപ്പോൾ ഒരുപാട് ഗ്രീൻ നമുക്ക് വേണ്ട. അപ്പൊ അങ്ങനെ യെസ്, ഈവൻ അത് DA നമ്മൾ അതിന്റെ കളറും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി നമുക്ക് അങ്ങനത്തെ ഒരു ഇത് ഇവിടെ തന്നെ നടക്കുന്നതാണോ എന്ന് തോന്നുന്ന ഒരു ലുക്ക് ആൻഡ് ഫീലൊക്കെ അങ്ങനെ പ്രീ പ്ലാൻഡ് ആക്കി നമ്മൾ ചെയ്തൊരു പടമാണ് അഞ്ചക്കളവൊക്കെ. അത് അഞ്ചക്കളവൊക്കെ വളരെ സ്പെഷ്യലായിട്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിലുള്ള ഒരു പടമാണ്. ഈ ബബ്ബ ഫസ്റ്റ് അത് അനൗൺസ്മെന്റ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറ്റ്സ് ലൈക്ക് നോ ലോജിക് ഓൺലി ബാഡ്നസ്. അപ്പൊ ഇതിൽ ആക്ച്വലി ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ, അതായത് ഒരു ഫാന്റസി വേൾഡ് പോലെ ഒരു വേൾഡ് അത് നമ്മളിലേക്ക് എത്തിക്കുന്നു. ഫസ്റ്റ് ഒരു ഏറ്റവും അല്ലെങ്കിൽ ഫസ്റ്റ് ബേസ് ലൈനിൽ എന്തായിരുന്നു ധനഞ്ജയായിട്ടുള്ള ഡിസ്കഷനിൽ? സോ ഞാൻ കഥയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. ബട്ട് ഈ കിഡ്നാപ്പിംഗ് ആണ് ഇതിന്റെ ഫൺ ഫാക്ടർ. അപ്പം അത് വെച്ചിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. സോ അതിൻ്റെ ഒരു ജേർണി ഉണ്ടല്ലോ, ഈ ഇവിടുന്ന് തുടങ്ങി അതങ്ങനെ ഒരു പോയിന്റിൽ ഇവിടെ എത്തുന്നു, അതുപോലെ പുതിയൊരു ക്യാരക്ടർ വരുന്നു, അതൊരു അങ്ങനെ ഒരു ഫൺ എൻഡിങ്ങിലേക്ക് വരുന്നു. സോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എൻ്റെ ക്രൂ നല്ല ക്രൂ ആണ്. സോ അത് തന്നെയായിരുന്നു ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നിയത്. ബട്ട് നമ്മൾ പ്രീ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും കൂടുതലായിട്ട് പുതിയ എന്താ പറയുക പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ചെന്നു. സോ ഒരുപാട് ആർട്ടിസ്റ്റുകളിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ അങ്ങനെ പടം വലുതായി. സോ പടം വലിയ പടമായിട്ട് തന്നെ ആദ്യം പ്ലാനിലുള്ള പടമായിരുന്നു. ബട്ട് ഇത്രയും വലുതാകും അല്ലെങ്കിൽ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇൻവോൾവ് ആവും എന്നുള്ളത് അന്ന് ചിന്തിച്ചിരുന്നില്ല. വരുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായോ? ചെറുതായിട്ട് ഉണ്ടായിരുന്നു. ടെൻഷനും എക്സൈറ്റ്മെന്റും. അതെ, അതിനിടെ ഒരു ഇടയിൽ. ബട്ട് ഇവര് നമ്മളെ കംഫർട്ട് ചെയ്യും, ലാൽ സാറും ദിലീപേട്ടനും ഒക്കെ. സോ അത് ഭയങ്കര ഒരു ഇതാണ്. നമുക്കൊരു കോൺഫിഡൻസും അല്ലെങ്കിൽ നമുക്കിനി കൂടുതൽ എന്താ പറയുക നമുക്ക് എന്താ ഏറ്റവും ബെസ്റ്റിൽ ചെയ്യണം എന്നുള്ള ഒരു ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു തരും. അതാണ് എനിക്ക് ഇനീഷ്യലി എനിക്ക് തോന്നിയ ഒരു നല്ലൊരു ഭാഗം. ഈ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന 2-3 പോയിന്റുകളുണ്ട്. ഒന്ന്, ഈ രണ്ടുപേരെയും ടൈറ്റിൽ കാർഡുകളായിരുന്നു. ഫസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോഴേ ഈ ടൈറ്റിൽ കാർഡ്സും ഒക്കെ പ്ലാൻഡ് ആയിരുന്നു. അത് ധനഞ്ജയുടെ കോളായിരുന്നു. അത് പ്ലാൻഡ് ആയിരുന്നു. ബട്ട് ലാൽ സാറ് എനിക്ക് തോന്നുന്ന ഒരു ഷൂട്ട് പകുതി ഭാഗത്തിലേക്ക് എത്തിയപ്പോഴാണ് അങ്ങനെ ഒരു ചർച്ച കാര്യങ്ങളൊക്കെ വന്നത്. സോ അതിനുശേഷമാണ് ഇപ്പോൾ റിയലോജി എന്ന് പറഞ്ഞതൊക്കെ സംഭവിച്ചിടയാണല്ലോ. അപ്പം അതെല്ലാം ധനഞ്ജയുടെ ഐഡിയാസ് ആണ്. ഈ ഫ്രെയിം വെക്കുമ്പോഴേ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഇവിടെ ഇങ്ങനെ റൈറ്റിങ്സ് വരും അല്ലെങ്കിൽ റിയലോജി മോഹൻലാൽ. ശരിക്കും ആ സ്പേസ് അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇത് ഈ ലാസ്റ്റ് മൊമെന്റ് വരെ അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്ലാൻഡ് ആണ്. ബട്ട് ലാസ്റ്റ് ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത് അതൊക്കെ ഈ റീസെന്റ് നമ്മൾ പ്ലാൻ ചെയ്ത ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല. ഈ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു വേൾഡ് ഉണ്ടല്ലോ, പക്ഷെ അതിനുവേണ്ടി എന്തൊക്കെ എഫേർട്ടുകൾ എടുത്ത് ഫ്രം ദ ടീം? കുറെ ഫാക്ടറികള് അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര റിയലിസ്റ്റിക് അല്ലാത്തൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ശരിക്കും എങ്ങനെയായിരുന്നു? അതിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ നമുക്ക് ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് ഇതിനകത്ത്. കാരണം മനസ്സിലായി, സ്റ്റോറി വൈസ് അവരങ്ങനെ ട്രാവൽ ചെയ്തൊരു പോയിന്റിലേക്ക് എത്താണ്. അപ്പം ഇത് അങ്ങനെ ഭയങ്കരമായ അതിനോട് ഡിഫിക്കൽട്ടി നമുക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിലുള്ള ആ ഏരിയ കൂടുതൽ ആ സമ്മേളനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവരങ്ങനെ ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങളിലൂടെ പോകുന്നു. നമ്മൾ കേരളത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതിനകത്ത് അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഈ ഇന്റർവൽ ബ്ലോക്കിൽ ഒരു വലിയ ആക്ഷൻ ബ്ലോക്ക് ഉണ്ട്.
അതിലാണ് ഒരുപാട് നല്ല പാട്ടുകള് മൂവ്മെന്റ്സുകളൊക്കെ വരുന്നത്. ശരിക്കും അതിന്റെ ടെക്നിക്കൽ സൈഡ് ശരിക്കും എങ്ങനെയായിരുന്നു? നമ്മളൊരു 9 ദിവസം 10 ദിവസത്തോളം നമ്മളത് ഫൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റർവൽ ഫുൾ നൈറ്റ്, മൊത്തം നൈറ്റ്. വൈകുന്നേരം നമ്മളൊരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മോർണിംഗ് 6 വരെ നമ്മൾ ഷൂട്ട് ചെയ്യും. അങ്ങനെ ഒരു എന്താ പറയുക, അത് തന്നെ നമുക്ക് വേറൊരു തനി എക്സ്പീരിയൻസ് തന്ന ഒരു ഏരിയ ആയിരുന്നു. കലൈ ജംഗ്ഷനാണ് ഫൈറ്റ് മാസ്റ്റർ അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു DJ പാർട്ടി നടക്കുന്ന സ്ഥലത്ത്, ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഫൈറ്റ് ദിലീപേട്ടൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോൾ എനിക്കൊരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ അത് വെച്ചിട്ട് കലയും നമ്മളെല്ലാരും കൂടെ വെച്ച് നമുക്കിത് ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി. സോ അതാണ് ഇന്റർവെൽ. അതിനകത്ത് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇന്റർവെൽ ഫൈറ്റ്. അതില് യൂസ് ചെയ്ത ക്യാമറ റോബോ ക്യാം അതും യൂസ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ക്യാമറാസ് ആണ്. ചെറിയ ക്യാമറകളും ഉണ്ട്, വലിയ ക്യാമറകളും ഉണ്ട്. പറഞ്ഞ റോബോട്ടിക് ക്യാമറ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ദിലീപേട്ടൻ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴേ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ്. അതിനെ വ്യത്യസ്തകരമായിട്ട് പ്രസന്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചലഞ്ച് കൂടെയാണ്. കാരണം ഏറ്റവും മാസമായിട്ട് നമ്മൾ ദിലീപേട്ടൻ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് റൺവേ. എപ്പോഴും റൺവേ ആയിട്ടുള്ള കമ്പാരിസൺ പല സിനിമകളിലും നമുക്ക് വരും, ലൈക്ക് റെഫറൻസുകൾ വരും. ഇതിലാണെങ്കിൽ മുഴുവനും അങ്ങനത്തെ റെഫറൻസുകളും ഉണ്ട്. അതിലേക്ക് വരുമ്പോൾ ശരിക്കും എങ്ങനെ, ഇൻക്ലൂഡിങ് ഇൻട്രോ അടക്കം ഭയങ്കര അധികം ബസ്സിലെ പേര് ഭയങ്കര പെക്യുലർ ആയിരുന്നു, അല്ലെങ്കിൽ ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ കൈയുടെ മൂവ്മെന്റ്സ്, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് പ്ലാൻഡ് ധനഞ്ജയും ഒക്കെ അവർ തന്നെയാണ് അവർ ചെയ്തത്. സോ ബട്ട് ഇപ്പൊ എന്റെ സൈഡിൽ നോക്കുമ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കത് എക്സൈറ്റിംഗ് ആണ്. കാരണം ഇതെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഇത് നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് ഓഡിയൻസിന് എങ്ങനെ ഫീൽ ചെയ്യും, പ്രേക്ഷകർക്ക് എങ്ങനെ ഫീൽ ചെയ്യും, തിയേറ്ററിൽ എന്തായിരിക്കും അവർക്ക് കിട്ടാൻ പോവുക, അല്ലെ എന്താണ് അവരുടെ ഫീലിങ്സ് എന്നുള്ളത് അത് ഓർത്തിട്ട് നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ. എനിക്കൊന്നും അത് ആളുകൾ തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് ഒരു ടീസർ വന്നല്ലോ, ഫസ്റ്റ് ടീസർ വന്നപ്പോഴാണ് ബബ്ബയുടെ ഹൈപ്പ് മീറ്റർ ഭയങ്കര മുകളിലേക്ക് പോണേ. ഫസ്റ്റ് ടീസറിൽ നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി, ഒരു ഹൈപ്പ് മീറ്ററിന്റെ ഒരു പേടിയൊക്കെ അത് ഉണ്ടായിരുന്നു. ഹൈപ്പ് ഒരുപാട് കൂടിപ്പോകുമോ, അങ്ങനെ ഒരുപാട് അതിന് നെഗറ്റീവ് സൈഡും ഉണ്ട്. ഓക്കെ, അപ്പൊ സോ നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോകരുത് എന്ന് നമുക്ക് പണ്ട് മുതലേ ഉണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നത് ബട്ട് ലാസ്റ്റ് ട്രെയിലറൊക്കെ വന്നപ്പോഴേക്ക് വീണ്ടും ഒരുപാട് ഹൈപ്പ് മേളിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിലും ഹൈപ്പ് എന്തായാലും കൂടിയിട്ടുണ്ട്. ഈ അഴിഞ്ഞാട്ടം സോങ് തിയേറ്ററിൽ ഭയങ്കര കൺസേർട്ട് മൂഡിലാ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? അതാണ് ഈ പടത്തിലെ ഏറ്റവും നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു ഏരിയ ആണ് സോങ്. നമ്മൾ 5 ദിവസത്തോളം നമ്മൾ ഷൂട്ട് ചെയ്തു ഗോകുലം സ്റ്റുഡിയോസിൽ സെറ്റ് ഇട്ടിട്ട് കംപ്ലീറ്റ്. അതൊരു ശരിക്കും ഒരു ഉത്സവം പോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു പോർഷനാണ്. മൾട്ടിപ്പിൾ ക്യാമറാസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ, സെലിബ്രിറ്റീസ്, ഡയറക്ടേഴ്സ് എല്ലാരും വന്നിരുന്നു അവർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഇവര് രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത് മനസ്സിലായി. ആ സെറ്റിൽ അവരെ ഒരുമിച്ച് കാണാൻ വേണ്ടിട്ട് തന്നെ ഒരുപാട് പേര് വന്നിരുന്നു. അതുപോലെ തന്നെ ഒരു ആ പാട്ട് പോലെ തന്നെ നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോംബോ ഡാൻസ് സ്റ്റെപ്പുകൾ കുറെ ഉണ്ട്. അത് ക്യാപ്ചർ ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് സെയിം. നമുക്ക് ഇവരെ ഒരുമിച്ച് ഞാൻ ഒരു ഫ്രെയിമിൽ വെക്കുമ്പോൾ ആ എക്സൈറ്റ്മെന്റ് അത് എനിക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ ക്രൂവിലുള്ള എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഈ ലാലേട്ടൻ ഇടുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് മുമ്പത്തെ, അല്ലെങ്കിൽ ലാലേട്ടൻ പണ്ട് കളിച്ച ഡാൻസിനെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അത് ഫസ്റ്റ് പ്ലാൻഡ് ധനഞ്ജയ് ആണത്. ധനഞ്ജയ് പ്ലാൻഡ് ആയിരുന്നു. നമുക്കത് അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് റീക്രിയേറ്റ് ചെയ്യണം. സോ അപ്പൊ നമ്മൾ മാസ്റ്റർ പറഞ്ഞു, മാസ്റ്റർ ഇത് ഈ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെയാണ് പ്ലാൻ ഇങ്ങനെയാണ്. അപ്പം മാസ്റ്റർ അത് ഇൻക്ലൂഡ് ചെയ്തു. ബാക്കിയുള്ള ഒരുപാട് പേര് ഇപ്പൊ ഇതൊരു കമ്പാരിറ്റീവ്ലി ഭയങ്കര വലിയ സിനിമയാണ്. ഇപ്പൊ ധ്യാൻ ചേട്ടനുണ്ട്, വിനീത് ചേട്ടനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ക്രിയേറ്റീവ് കൊളാബറേഷൻ, അതാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ് സെറ്റിൽ എപ്പോഴും നടക്കുന്നുണ്ട്. നമ്മൾ എല്ലാം ബെസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്.
അപ്പോൾ അത് എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഓൺ സെറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ, പുതിയ എന്തെങ്കിലുമൊക്കെ തോട്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ സോ പ്രിപ്പയർഡ് ആണെങ്കിൽ കൂടെ നമ്മൾ ഓൺ ടേക്കിന് മുമ്പ് അതൊക്കെ ഒന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവർ ഒരുമിച്ച് വരുമ്പോഴുള്ള, ഇപ്പം വിനീതേട്ടനും ദാനേട്ടനും ഒരുമിച്ച് വരുമ്പോൾ മനസ്സിലാവും ഒരു ചേട്ടനനിയനാണ്. അപ്പോൾ സോ അതിനകത്ത് ആ ഫണ്ണ് കുറച്ച് വർക്കൗട്ട് ആയിട്ടുണ്ട് തിയേറ്ററിൽ. അതൊക്കെ നമുക്ക് ഫണ്ണായിരുന്നു. നമ്മളും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിരിയൊക്കെ ഞങ്ങളും സെറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതിനകത്ത് കുറെ റിയൽ ലൈഫ് റെഫറൻസുകൾ ഭയങ്കരമായിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും ഞങ്ങള് ഓൾ സെറ്റ്. ഈ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇതിൽ പിടിച്ചിരിക്കുന്ന ഒരു സോൺ അല്ലെങ്കിൽ നോ ലോജിക് ഓൺലി മാഡ്നസ് ആണെങ്കിൽ നമ്മൾ വെരി സിമിലർ ടു ഗുഡ് ബാഡ് അഗ്ലി ഒക്കെ പോലത്തെ സിനിമകൾ. കാരണം ഫുൾ ആക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു സെലിബ്രേഷൻ എന്നൊക്കെ പോലെ. ശരിക്കും ആ ഇപ്പൊ കണ്ടവർ കുറെ പേര് പറയുന്നു ഇറ്റ്സ് ലൈക്ക് ഞങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ലോജിക്കലി അത് വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനത്തെ റിവ്യൂസ് ആയിട്ടും വായിച്ചിരുന്നു? അങ്ങനത്തെ റിവ്യൂസ് കണ്ടിരുന്നു. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ ഈ ഒരു ലോജിക്കും നോക്കാതെ കാണേണ്ട പടമാണ്. നമ്മൾ അങ്ങനെ തന്നെ അതിനെ പ്ലാൻ ചെയ്ത പടമാണ്, അങ്ങനെ തന്നെ അതിനെ ഷൂട്ട് ചെയ്തതാണ്. സോ അതാണ് ആ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് പറയുന്ന ഒരു സ്റ്റാമ്പ് വെച്ച് അത് അങ്ങനെ തന്നെ കാണേണ്ട പടമാണ്. അപ്പൊ അതെല്ലാം നമ്മളൊരു ലോജിക് വിത്ത് കണ്ടിട്ട് നമ്മൾക്ക് അതിനെ ചിലപ്പോൾ ആളുകൾക്ക് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ജനറലി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാം പോസിറ്റീവ് റിവ്യൂസ് ആണ്. നമ്മളതിനങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഒന്ന് രണ്ട് മാറിയുള്ള അഭിപ്രായം വരുമ്പോഴും ഇറ്റ്സ് ഓക്കെ. DOPക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അപ്രിസിയേഷൻ എന്തായിരുന്നു? എനിക്ക് സോങ്ങിന്റെ ഏരിയ, ഇന്റർവൽ ബ്ലോക്ക്, അത് തന്നെയാണ്. ഇപ്പൊ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളും ഫോൺ കോളുകളൊക്കെ എടുത്ത് പറയുന്ന ഒരു ഏരിയാസ് അതാണ്. ജനറലി നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഡിഫിക്കൽട്ട് ശരിക്കും ഏത് പോർഷൻ ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ? ശരിക്കും ഡിഫിക്കൽട്ട് എന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ അത്രയും ഒരു എന്താ പറയാ ഒരു ഫാമിലി പോലെ ഭയങ്കര എനർജിയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത ആണ് ഈ സിനിമ മുഴുവൻ. നമുക്ക് അങ്ങനെ ഡിഫിക്കൽട്ട് എന്ന് പറയാൻ തോന്നിയിട്ടില്ല. ഇപ്പൊ ഇന്റർവൽ സീക്വൻസ് ഒരു മനസ്സിലായി ഒരു 6 days ഒക്കെ നമ്മളൊക്കെ നൈറ്റ് തന്നെ കണ്ടിന്യൂസ് ഫ്രം 6 to 6 വർക്ക് ചെയ്യാന്ന് പറയുന്ന ഒരു ഇച്ചിരി ടയറിംഗ് ആണ്. അതേ ഉള്ളൂ. അല്ലാതെ നമുക്കൊരു എനർജിക്ക് കുറവോ മൂഡിന് വ്യത്യാസമോ ഒന്നുമില്ല. ഈ ടീം അർമോയില് ആരൊക്കെയാണ് ശരിക്കും ഉള്ളത്? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് കുറച്ചധികം ആളുകളുണ്ട്. സോ 6 പേരുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന. ഇങ്ങനെ അങ്ങനെ എടുത്ത് പേര് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് കുറച്ചധികം ആളുകളുണ്ട്. സോ വർക്ക് വരുന്നതനുസരിച്ച് അവരവരുടെ അവൈലബിലിറ്റി അനുസരിച്ച്. ശരിക്കും എങ്ങനെ അവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു വൈബും മൈൻഡ് സെറ്റ് ശരിക്കും കാര്യങ്ങളെ? ഞാൻ കുറച്ചധികം ഫ്രീഡം ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ കൂടെ ഉള്ളവർക്ക്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രഷറിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റും മനസ്സിലാവും. നമ്മൾ അതല്ലാതെ മനസ്സിലാവും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ബട്ട് നമുക്ക് നിർബന്ധമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നിർബന്ധമായിട്ട് തന്നെ നമ്മൾ അവരുടെ അടുത്ത് നിൽക്കും. ബട്ട് യൂഷ്വലി ഫ്രണ്ട്ലി ആണ്. അപ്പൊ അവർക്കും ഒരു മനസ്സിലാവും. കാരണം ഇപ്പൊ പല DPസും ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്. I try to be friendly. ഇതിനകത്ത് ഒരുപാട് വണ്ടികൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടികളിൽ തന്നെ ഇപ്പൊ റൺവേയിൽ ഒരു ഷോട്ട് അങ്ങനെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടികൾ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പേഴ്സണലി ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവോ അതിനോട്? ഗില്ലി വണ്ടി ജിപ്സി ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. നമ്മളാരും എവിടെ പോയാലും എന്താ പറയാ ജിനർ വില്ല് എന്ന് പറഞ്ഞ നമ്മൾ വണ്ടി ഡ്രൈവ് പോകുമ്പോ ഒക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലോ. സോ അതൊക്കെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ജിപ്സി ഗില്ലിയിലെ ജിപ്സി. സോ ഇദ്ദേഹത്തെ നന്നായിട്ട് കാണിക്കണം, ഇത് പ്രേക്ഷകർക്ക് മനസ്സിലായി അത് എൻജോയ് ചെയ്യാൻ പറ്റണം. അതൊക്കെ എക്സൈറ്റിംഗ് ആയിരുന്നു. ഈ റൺവേയിലെ ഐക്കോണിക് ഷോട്ട് ഉണ്ടല്ലോ, ഡിപ്പിൽ നിന്ന് കയറി വരുന്നത്. അത് ശരിക്കും എങ്ങനെയാ ഷൂട്ട് ചെയ്തത്? കഥാപരമായിട്ട് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. അത് മറ്റേത് ഡേ ആണ്, ഇത് നൈറ്റ് ആണ്.
പക്ഷെ സ്റ്റിൽ മനസ്സിലാവും, കാരണം അത് അങ്ങനെ ഒരു ഭയങ്കര സിഗ്നേച്ചർ ഷോട്ടാണ്. അത് ആ ഷോട്ട് കണ്ടത് ഈ പടത്തിലാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഷോട്ടല്ലേ. സോ അത് നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുള്ളൂ, ഭംഗിയുണ്ട്. വണ്ടികൾ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പൊ CID മൂസയിലെ വണ്ടിയുണ്ട് ഒരു ഷോട്ട്, സെയിം തിങ്. അപ്പം ഞാനും കണ്ടിട്ടില്ല CID മൂസയിലെ വണ്ടി. ഞാൻ ആദ്യമായിട്ട് അവിടെ കണ്ടു CID മൂസയിലെ വണ്ടി. ബാക്കിയുള്ള വണ്ടികളൊക്കെ നമ്മള് അതുപോലെ ആക്കിയതാണ്. ഓക്കെ, ബട്ട് CID മൂസയിലെ വണ്ടി CID മൂസ ഒറിജിനൽ വണ്ടി തന്നെ, ദിലീപേട്ടൻ ഓൺ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അത് മെമ്മറീസ് ഇങ്ങനെ നമുക്ക് റീകോൾ ചെയ്ത ഒരു വണ്ടിയാണ്. ഈ ശരിക്കും ലാലേട്ടനെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ എല്ലാ ആംഗിളിലും ഇൻഡസ്ട്രി ഫുള്ള് നോക്കും. ശരിക്കും ലാലേട്ടൻ എങ്ങനെയാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്, ലാലേട്ടൻ എന്തൊക്കെ മൂവ്മെന്റ്സ് ഇൻക്ലൂഡിങ് ഫാൻസിന് വേണ്ടി ഉണ്ടെന്നുള്ളത്. ഇപ്പൊ ഇതില് മുണ്ട് മടക്കി കുത്തുന്ന ഷോട്ടിൽ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുണ്ട് പറിച്ചിരിക്കുന്ന ഷോട്ടിലുണ്ട്. ഇതൊക്കെ എടുക്കുമ്പോൾ ശരിക്കും എങ്ങനെയാ, നമുക്കൊരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് ഫാൻസിന്റെ ഇടയിൽ അത് സെലിബ്രേറ്റഡ് ആവുമോ എന്നുള്ളൊരു പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എടുക്കുമ്പോൾ? മുണ്ട് മടക്കി കുത്തുന്നത് ലാലേട്ടൻ ഒരിതാണല്ലോ നമുക്ക്. അപ്പൊ അതിനി കാണിക്കാൻ അതിനി കാണിക്കാത്തൊരു രീതി ഇല്ല നമുക്ക്. അതിനി കാണിക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും പല പല സിനിമകളിലായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ലാലേട്ടൻ പല ആംഗിളുകളിൽ നിന്ന് മുണ്ടെടുക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം നമുക്കുണ്ടായിരുന്നു, ഇതെങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കാണിക്കാം. സോ അപ്പൊ എങ്ങനെ വെച്ചാലും ഇത് ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ അപ്പൊ നമ്മൾ ഓക്കെ, അത് വേണ്ട, നമ്മൾ അതിൽ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട, ഇത് എന്ത് ചെയ്താലും ഇത് ലാലേട്ടനാണല്ലോ മുണ്ട് മടക്കി കുത്തുന്നത്. അപ്പോൾ ജസ്റ്റ് ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ, ഒരു ബെസ്റ്റ് വേർഷനിൽ നമ്മൾ ചെയ്താൽ മതി എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അങ്ങനെ ഷൂട്ട് ചെയ്തു. ആക്ഷനിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്കിനി ഏറ്റവും ഇപ്പൊ നമുക്ക് വേണം ഇത് ഹൈ സ്പീഡിൽ കാണിക്കാം, മുണ്ട് മടക്കുന്ന, അല്ല വേറെ ഏതെങ്കിലും കാണാത്തൊരു ആംഗിൾ ഇല്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം, മനസ്സിലായോ? നമ്മളിപ്പം ലാസ്റ്റ് ലൂസിഫറിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മുണ്ട് മടക്കി മനസ്സിലായി. ഇനി നമുക്ക് കാണിക്കാൻ ഒരു വേർഷൻ ഇല്ല. അപ്പം നമുക്ക് നിൽക്കുന്ന ലൊക്കേഷൻ ആക്ഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മളതിനെ ഒരു ഡീസൻ്റ് ആയിട്ട് നമ്മൾ മുണ്ട് മടക്കി കുത്തുന്നതായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യമേ ചിന്തിച്ചിരുന്നു നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാം. പിന്നെ സമയവും പരിമിതിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ നടത്തും ഇപ്പൊ ബാക്ക് ഷോട്ട് ലാലേട്ടന്റെ കുറച്ചധികം ഉണ്ട്. അത് വരുമ്പോഴും ചില ഡയറക്ടേഴ്സ് ഒക്കെ പറയുന്നിട്ടുണ്ട് ലാലേട്ടൻ തോളി ചിരിഞ്ഞില്ല, കുറച്ചുകൂടെ ആ കറക്റ്റ് നമുക്ക് ലാലേട്ടന്റെ പുറയുന്ന കണ്ടത് കഴിഞ്ഞാൽ തന്നെ ലാലേട്ടനാണെന്ന് നമുക്ക് അറിയണം. ആ ഷോട്ടിൽ എടുക്കുമ്പോഴും എങ്ങനെയായിരുന്നു? ആ ഷോട്ട് വെക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സൈറ്റിംഗ് ഫീൽ ചെയ്യുന്ന ഷോട്ട്. എനിക്ക് അങ്ങനെ പേഴ്സണലി കുറച്ച് എക്സൈറ്റ്മെന്റ് തോന്നിയ കുറച്ച് ഷോട്ടുകളുണ്ട്. അതിൽ ഒരു ഷോട്ട് ഇതാണ്, ആ ബാക്ക് ഷോട്ട് ആ ക്രൗഡിനിടയിലോട്ട് ലാലേട്ടൻ നടന്നു. സോ അത് നമ്മൾ വെക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ നമ്മൾ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും എക്സൈറ്റിംഗ് ആണ്. ഓ, ഇത് തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യും, നമുക്കിതിപ്പോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതേഴ്സ് വിൽ ഫീൽ ചെയ്യും. അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത, അത് ലാലേട്ടന്റെ മാത്രമല്ല, ദിലീപേട്ടന്റെ അടുത്തും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദിലീപേട്ടൻ ഇങ്ങനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതിങ്ങനെ ആയി പോർഷൻ നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഇതെന്താണ് തിയേറ്ററിൽ ഫീൽ ചെയ്യാൻ പോവാന്നുള്ളത് നമുക്ക് അപ്പം അവിടെ നിന്ന് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ആ എനർജിയാണ് എപ്പോഴും നമ്മളെ ഈ പടം മനസ്സിലായി മുന്നോട്ട് ഇത്രയും ദിവസം ഷൂട്ടിന് ഒരു ഡേ പോലും എനർജി കുറയാതെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു ഇത് തോന്നുന്നു. ഈ ലാലേട്ടൻ ആക്ച്വലി സിഗരറ്റ് കത്തിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇടുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഇങ്ങനെ അതിന്റെ ആ വൈറ്റ് സ്മോക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ശരിക്കും ഭയങ്കര പ്ലാൻ ഇല്ല. അത് പറയുന്ന ഇൻട്രോ അല്ല, അത് ലാലേട്ടൻ ചെയ്തതാ. വേറെ ആഡ് ഓൺസ് ഒന്നുമില്ല. കൈ ഇങ്ങനെ അതെല്ലാം ലാലേട്ടൻ തന്നെ ചെയ്തു. നമ്മളൊന്നും അത് അത് നമ്മൾ സൈഡിൽ നിന്ന് അങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ഇല്ല, ഈ പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ ചെയ്തതാണ്. ഈ ഫുൾ പടം കഴിഞ്ഞിട്ട് ശരിക്കും ദിലീപേട്ടനായിട്ടുള്ള കോൺവെർസേഷൻ എങ്ങനെയായിരുന്നു? നമുക്ക് ഒരു പ്രതീക്ഷയുള്ള പടമായിരുന്നു. ഇവൻ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമുക്കറിയാം, നമുക്ക് ഫീൽ ചെയ്യുമല്ലോ.
ഇപ്പൊ ദിലീപേട്ടനാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ദിസ് ഇസ് എക്സൈറ്റിംഗ്, ഇതെങ്ങോട്ടാണ് ഹെഡ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഓഡിയൻസ്, ആ ഒരു ഇതുണ്ടല്ലോ, അതായത് ഓഡിയൻസ് പ്രേക്ഷകർ ഇതിനെ ലോജിക്ക് ഇല്ലാതെ തന്നെ വന്ന് കാണണം, അതിൻ്റെ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്ന് പറയില്ല, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പം നമുക്കത് അങ്ങനെ തന്നെ നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, അവർ അങ്ങനെ അതിനെ കാണാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു, ഈ പറഞ്ഞ ആളുകളും നമ്മൾ ക്രൂവും എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇതിനകത്ത് ഒരു മെയിൻ കഥ നടക്കുന്ന ഒരു പോർഷൻ ആക്ച്വലി ഈ ഇൻട്രോഗേഷൻ റൂമും ഈ ഒരു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അവിടുത്തെ ലൈറ്റിങ്ങും ഭയങ്കര, ഫസ്റ്റ് ഇൻട്രോയിൽ എനിക്ക് ആ ലൈറ്റ് ഇഷ്ടമല്ല എന്ന് ദേവ്ജി വന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്ത് ഇങ്ങനെ മതി? അതെ, നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അപ്പം പോലീസ് സ്റ്റേഷനിൽ ബാലുവിന്റെ ഒരു ചെറിയൊരു ഫൈറ്റ് സീക്വൻസ് പോലെ, സോ നമുക്കിത് ഇതിനകത്ത് കറണ്ട് പോയാൽ ഇങ്ങനെയാണ് ഇതിന്റെ വെട്ടം, അതങ്ങനെ പ്ലാൻ ചെയ്തേ ഉള്ളൂ. അപ്പൊ സോ അതൊരു കണക്ഷൻ പോലെ. പിന്നെ കഥയ്ക്കകത്ത് ഉണ്ട്, ഐ മീൻ ഈ ടൈമിൽ അവർ വന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേറെ ഇച്ചിരി മാറിയിരിക്കുന്നോട്ടെ എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കറണ്ട് പോയാൽ ഇങ്ങനെയാണ് ഇവിടുത്തെ വെട്ടം. പോലീസ് സ്റ്റേഷൻ സീക്വൻസ് ഒക്കെ സെറ്റപ്പ് ചെയ്യാനൊക്കെ എത്ര ദിവസം എടുത്തിട്ടുണ്ട്? സെറ്റപ്പ് പറഞ്ഞാൽ അതും സെറ്റ് തന്നെയാണ്. കോയമ്പത്തൂർ നമ്മൾ ഇട്ടൊരു സെറ്റാണ്. ഷൂട്ട് ചെയ്യാൻ ഏകദേശം ഒരു 14 ദിവസത്തോളം നമ്മളിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സിനിമയിൽ കാണുന്നതിൽ കൂടുതൽ നമ്മൾ അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആ സീക്വൻസ് നമ്മൾ എഡിറ്റിൽ വന്നപ്പോൾ അതെല്ലാം ഷോർട്ട് ആയതാണ്. ഈ ഫസ്റ്റ് തന്നെ ഒരു ക്രൗഡ് ഉള്ള ഒരു സീക്വൻസിലാണ് സിനിമ തുടങ്ങണേ. അതും നമുക്ക് പൊതുവെ മലയാളത്തിലെക്കാളപ്പുറം മറ്റു ഭാഷകളിലൊക്കെ നമുക്കുള്ള ഒരുപാട് സിമിലാരിറ്റീസ് ശരിക്കും ഉണ്ട്. ഇതിനൊരു ടെറൈൻ ഇല്ലാതൊക്കെ നമ്മൾ പറയുന്ന പോലെ ശരിക്കും ആ ടെറൈൻ ലോജിക്ലെസ് ആക്കാൻ വേണ്ടിയുള്ള എഫേർട്ടുകൾ ശരിക്കും എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞ നിങ്ങളൊരു ഫാന്റസി വേൾഡിന്റെ ഒരു ഇത് വേണം, എന്നാ അത് മലയാളികൾക്ക് കണക്ട് ആവണം, ഇത് എവിടെ നടക്കണേന്ന് ആളുകൾക്ക് മീൻസ് പെട്ടെന്ന് മനസ്സിലാവാനും പാടില്ല എന്നുള്ളൊരു, അതിനെ അങ്ങനെ ഞങ്ങൾ വറീഡല്ലായിരുന്നു. അതായത് ഇത് എവിടെ നടക്കുന്നു എന്നുള്ള ഒരു തോട്ട്സ് ഒന്നും നമ്മൾ വെച്ചിട്ടല്ല ലൊക്കേഷൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ സീക്വൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ, ഐ മീൻ നമുക്ക് ഒരുപാട് മാറിപ്പോകാൻ പാടില്ല. ഐ മീൻ മനസ്സിലായി, ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ലൊക്കേഷൻ കണക്ഷൻ ടു ലൊക്കേഷൻ കണക്ഷൻസ്. എന്നാ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇത്രയും ക്രൗഡ് ഉണ്ട്, ബബ്ബ കണ്ടതാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ക്രൗഡ് വരുന്ന ഒരു 3-4 സീക്വൻസ് ഉണ്ട്. സോ നമുക്കത് ഏറ്റവും ബെസ്റ്റിൽ ഇത്രയും ക്രൗഡിനെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്തത്. അതിനൊരു എന്താ പറയുന്ന ഒരു ലോജിക്കോ അങ്ങനെ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. സാൻഡി മാസ്റ്റർ അടിപൊളിയാണ്. നിങ്ങൾ കുറച്ചുകൂടെ കമ്പനി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങള് വർക്ക് ചെയ്തത്. മാസ്റ്ററിന്റെ കൊറിയോഗ്രഫിയാണ് ആ പാട്ടിന്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ്. അപ്പൊ മാസ്റ്റർ നമ്മൾ എനിക്ക് 5 days 5 ദിവസം എടുത്തിട്ടുണ്ട് നമ്മളിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും ക്രൗഡിനെ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ഇച്ചിരി പ്രഷറിൽ നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. നമുക്ക് ഒരുപാട് കട്ട്സിന്റെ ആവശ്യമുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ മാസ്റ്റർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, നമ്മളെല്ലാവരും ഹാപ്പി ആയിരുന്നു. തിയേറ്ററിൽ ഇത് ആളുകൾ എൻജോയ് ചെയ്യും എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം. മാസ്റ്റർ പറഞ്ഞത് മലയാളത്തിൽ ഞാൻ ചെയ്ത കൊറിയോഗ്രഫിയിൽ ഏറ്റവും ബെസ്റ്റ്, മലയാളത്തിൽ ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയ എനിക്കിഷ്ടപ്പെട്ട ഒരു ഇത് ഈ പാട്ടാണ്, പ്രത്യേകിച്ചും ലാൽ സാറും ദിലീപേട്ടനും കൂടെ ഉള്ളത്. ഈ ശരിക്കും ഇത് കഴിഞ്ഞിട്ട് അത് സ്പോയിലറാണ് കുറച്ചുകൂടെ, പോസ്റ്റ് ക്ലൈമാക്സിൽ സീക്വൻസുകളുണ്ട്. അത് എത്ര ദിവസം എടുത്തിട്ട് ഷൂട്ട് ചെയ്ത്? അത് ഒറ്റ ഡേ എടുത്തിട്ടുള്ളൂ. പോസ്റ്റ് ക്ലൈമാക്സ് എല്ലാം മുഴുവനും മേ ബി 2 days. എല്ലാരും പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ഒരു തമിഴ് സ്റ്റാർ ഇതില് ക്യാമിയോ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അതും ആളുകൾക്ക് ഭയങ്കര വർക്കായി. കാരണം അതിന്റെ ഇമ്പാക്റ്റില് പ്രത്യേകിച്ച് ആ ഷാഡോയിലും ഇൻട്രോയിലും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും റിലീസൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ശാന്തമായിട്ട് നിൽക്കുമ്പോൾ ഒരു സാധാ ഒരു തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഇമ്പ്രൂവ് ചെയ്യാന്നൊക്കെ നോക്കണമെന്നുണ്ടോ? ടെക്നിക്കലി ഓൾവേസ് ഇത് ലേണിംഗ് ആണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു പുതിയ ഇപ്പൊ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്
അടുത്ത പടത്തിൽ ഞാനത് ചെയ്യുമ്പോൾ അപ്പോഴും എനിക്ക് ആ ഇമ്പ്രൂവ്മെന്റ്സ് തോന്നണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതില്ലെങ്കിൽ നമ്മൾ മനസ്സിലായോ, അതാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് മുന്നോട്ട്. പല കാര്യങ്ങളും തോന്നിയിട്ടുണ്ട്. പോസ്റ്റ് ബബ്ബ ഓഫേഴ്സ് ഒക്കെ വന്നു, അടുത്ത സിനിമയ്ക്കൊക്കെ ഡിസ്കഷൻസ് ഒക്കെ തുടങ്ങി. ഉണ്ട്. ഒരു പുതിയ പ്രോജക്റ്റ് ഉല്ലാസ് ചെമ്പൻ്റെ ഡയറക്ഷനിൽ, ചെമ്പൻ ചേട്ടൻ, ചെമ്പൻ വിനോദ്, റിട്ടൺ ബൈ ഒരു അടിപൊളി പടം, ഒരു സ്റ്റൈലിഷ് പടം. അപ്പോൾ ഉടനെ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഓരോ DOPക്കൊക്കെ ഒരു ലൈഫ് ടൈം ജോണറൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് ഇന്ന ജോണറിൽ ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും ആക്ച്വലി എനിക്ക് കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും, എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, ശരിക്കും അങ്ങനത്തെ ഒരു ജോണർ ഉണ്ടോ? പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ പേഴ്സണൽ ഇതാണ്. ബട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന ഡയറക്ടറിൻ്റെ വിഷൻ എന്താണോ അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ അതിന് മുകളിൽ, പ്രതീക്ഷിക്കുന്നതിലും മുകളിൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതെങ്കിലും അതിലേക്ക് എത്തുക എന്നുള്ളതാണ് മെയിൻ പ്ലാൻ. ഡിപ്പെൻഡ് ഓൺ സബ്ജക്ട്, ഡിപ്പെൻഡ് ഓൺ പ്രോജക്ട്, അതെല്ലാം മാറും. ഈ ബിഫോർ ഞങ്ങളോട് ഈ ബബ്ബയിൽ ശരിക്കും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു, ഒരു ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് DOP ആ സംഭവം ഉണ്ടോ? ഏത് ഏരിയ കഷ്ടപ്പെട്ടു, പക്ഷെ അത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്, പക്ഷെ അത് ഭയങ്കര പോപ്പുലർ ആയിരിക്കണം എന്നില്ല, അങ്ങനത്തെ ഏരിയ ഉണ്ടോ? എനിക്ക് ക്ലൈമാക്സ് ഭാഗം ശരിക്കും എൻ്റെ ഫേവറേറ്റ് ആണ്. ബട്ട് അതങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടില്ല ബിക്കോസ് ഓഫ് സം റീസൺസ്, ടെക്നിക്കൽ റീസൺസ്. അതെൻ്റെ ഫേവറേറ്റ് ഏരിയ ആയിരുന്നു. ബട്ട് നമുക്കത് തിയേറ്ററിൽ അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയില്ല എന്നാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. അതർ ദാൻ ദിസ് ഇന്റർവെല്ലും സോങ്ങും തന്നെയാണ് അതിനകത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാൻ എല്ലാവരും പറയുന്നത്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അത് ദിസ് വിൽ വർക്ക്. ഈ ക്ലൈമാക്സിൽ ദിലീപേട്ടനെ കൊണ്ട് ഗണ്ണൊക്കെ എടുപ്പിക്കുന്നുണ്ട്. പണ്ടും പറഞ്ഞിട്ടുണ്ട് ദിലീപേട്ടൻ ഇങ്ങനെ തോക്കൊക്കെ എടുക്കുമ്പോൾ CID മൂസ ടൈമിലൊക്കെ ആയിരുന്നു ദിലീപേട്ടൻ തോക്ക് പിടിക്കുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയായിരുന്നു. കാരണം ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹിസ് നോട്ട് എ ടിപ്പിക്കൽ ആക്ഷൻ ഹീറോ അല്ല. അതും ഒരു ശരിക്കും പറഞ്ഞാൽ DOPക്ക് ഒരു പ്രഷറല്ലേ, നമുക്ക് ഒരു ഡിഫറെന്റ് ആംഗിളിൽ പുള്ളി തോക്ക് പിടിക്കുന്ന പ്ലേസ് ചെയ്യണം, അത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവണം എന്നൊക്കെ. നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് തോന്നുന്ന രീതിയിൽ നമ്മൾ ദിലീപേട്ടനെ പ്രസന്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ആക്ഷൻ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പ്ലാൻഡ് ആണ്. അത് കൊറിയോഗ്രാഫി മാസ്റ്ററും കലൈ കിങ്സിനും സുപ്രീം മാസ്റ്ററും ആണ് അത് ചെയ്തത്. സോ അതൊക്കെ അവർ പ്ലാൻഡ് തന്നെയായിരുന്നു. ഞങ്ങളെക്കാൾ ഉപരി മാസ്റ്റേഴ്സ് തന്നെ പ്ലാൻഡ് ആയിരുന്നു. ഐ മീൻ നമുക്ക് എന്തെങ്കിലും ഒന്ന് ബോഡി ലാംഗ്വേജിലും അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിലും അതൊന്ന് മാറ്റാം, അങ്ങനെ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തത്. എല്ലാത്തിലും അതെ അതെ. ബബ്ബ കഴിഞ്ഞു, ഇനിയിപ്പോ കുറച്ച് ദിവസം റിലാക്സ് ചെയ്തിട്ടാണ് അടുത്ത സിനിമ. അതെ, കുറച്ച് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ഒരുപാടില്ല. പ്രീ വർക്കുകൾ നടക്കുന്നു. ഞാൻ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്. ഈ അതർ ദാൻ ക്യാമറാസ് അല്ലെങ്കിൽ അതർ ദാൻ സിനിമ ശരിക്കും എങ്ങനെയാ DOP ആകുമ്പോൾ ലൈഫ് എൻജോയ് ചെയ്യണേ? ഇത് തന്നെ എൻജോയ്മെന്റ്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയാനൊന്നും തന്നെ ഇല്ല. സിനിമാറ്റോഗ്രഫിയും സിനിമകൾ കാണുക, സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യുക, സിനിമയുമായി സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ടോപ്പിക്കുകൾ, അതൊക്കെ തന്നെ ഉള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ പറഞ്ഞ പോലെ വലിയൊരു വിജയമാണ്. ഇറ്റ്സ് ലൈക്ക് ആസ് എ DOP കരിയറിൽ ഭയങ്കര വലിയൊരു വഴിത്തിരിവാണ് ബബ്ബ. തുടർന്നും ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ സാധിക്കട്ടെ. ഞങ്ങൾക്ക് പല ആർട്ടിസ്റ്റുകളെ ഭയങ്കര നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച്.